2026 SSC GD നോട്ടിഫിക്കേഷൻ ലൈവായിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ഈ പറയുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കൊണ്ട് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതായിരിക്കും വരുന്ന ഡൗട്ട്. ഞങ്ങൾക്കും ഒരുപാട് കോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ അത്തരം സംശയങ്ങളൊക്കെ തീർക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇന്നത്തേത്. ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സംശയങ്ങൾ പലരും വേറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ട്, പോസ്റ്റ് പ്രിഫറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരം എല്ലാ നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾ HUB ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. ഇനി നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം കളയുന്നില്ല, ഇന്നത്തെ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ SSC GDയുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണ്, നമ്മുടെ എന്തൊക്കെയാണ് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? വളരെ നിസ്സാരമാണ്. എന്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഓട്ടം മാത്രമാണ് വരുന്ന മെയിനായിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ 5 കിലോമീറ്റർ ദൂരം 24 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കവർ ചെയ്യണം. ഓക്കെ, 5 കിലോമീറ്റർ ദൂരം എന്ത് ചെയ്യണം, 24 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. സോ ഒരു അത്യാവശ്യം ഫിസിക്കലുള്ള ഏതൊരു കുട്ടിക്കും ഈവൻ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് തുടങ്ങിയാൽ പോലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളാണെങ്കിലോ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പോൾ ഈ താഴെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബാധകമല്ല, അത് ലഡാക്ക് റീജിയനിലുള്ളവർക്കാണ്. സോ നമ്മൾ കേരളത്തിലുള്ള നമ്മുടെ കുട്ടികൾക്ക് നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്താണ്, പുരുഷന്മാരാണെങ്കിൽ 5 കിലോമീറ്റർ ദൂരം 24 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിയെത്താൻ സാധിച്ചിരിക്കണം. സ്ത്രീകളാണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി വേണ്ടത് എന്താണ്, ഇനി വേണ്ടത് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. നോക്കിയേ, ഫസ്റ്റ് ഇവിടെ ചെസ്റ്റിന്റെ കാര്യം പുരുഷന്മാർക്ക് മാത്രം ബാധകമുള്ളതാണ്. അൺഎക്സ്പാൻഡഡ് എത്രയായിരിക്കണം, 80 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. വിത്ത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 5 സെന്റിമീറ്റർ ആയിരിക്കണം. ഇതിവിടെ ST കാർക്ക് മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ഈ പറയുന്ന ഒരു റിലാക്സേഷൻ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഇത് തന്നെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ അറിയാലോ ഓട്ടം. അപ്പോൾ ഓട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ചെസ്റ്റാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മുടെ ഹൈറ്റാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത്. കാരണം മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് 170 സെൻറ്റിമീറ്റർ വേണം. അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മൾ ഈ പറയുന്നത് അത്ര നിസ്സാരമായൊരു ജോലിക്കല്ല പോകുന്നത്. നമ്മുടെ അതിർത്തി പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി പോകുന്ന ഒരു ഓഫീസറാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം എന്ത് വേണം, 170 സെൻറ്റിമീറ്റർ എങ്കിലും ഹൈറ്റ് ഉണ്ടാവണം. സ്ത്രീകളാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ മതിയാകും. ST ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിലാക്സേഷനും ഉണ്ട്. സോ ബേസിക്കലി അപ്പോൾ അത്യാവശ്യം ഒരു 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ഒന്ന് ഓടാനൊക്കെ ഉള്ളൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഫിസിക്കൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ നമുക്ക് വെയിറ്റ് ഒരു ഘടകമാണ് അല്ലേ. വെയിറ്റിനെ പറ്റി നമ്മളിവിടെ ഒന്നും പറഞ്ഞില്ല, നമ്മൾ ഹൈറ്റും ചെസ്റ്റും ഒക്കെ പറഞ്ഞുള്ളൂ. പക്ഷേ വെയിറ്റും ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ 170 ഉയരമുള്ളൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 65 കിലോഗ്രാം ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ ഒന്ന് നോക്കണം. അതായത് ഇപ്പോൾ ഓവർ വെയിറ്റിലോ അല്ലെങ്കിൽ അണ്ടർ വെയിറ്റിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. കാരണം നമുക്ക് പെട്ടെന്ന് 1-2 മാസങ്ങൾ കൊണ്ട് തീരത്തില്ല. അറിയാമല്ലോ, നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഫെബ്രുവരിയോട് നമുക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. വെയിറ്റ് അത്ര പെട്ടെന്ന് കുറയ്ക്കുക ഈസി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാർട്ടോടെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 170 ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു 65 നിങ്ങൾക്ക് വേണം വെയിറ്റ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇതനുസരിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ വെയിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സ്ത്രീകളാണെങ്കിലും അതനുസരിച്ച് എന്ത് ചെയ്യണം, ഈ വെയിറ്റ് തന്നെ വേണമെന്നല്ല, ഇതാണ് ഐഡിയൽ വെയിറ്റ്. ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് വെച്ച് പ്രശ്നമല്ല. പക്ഷേ ഈ ഒരു ഐഡിയൽ വെയിറ്റ് നിങ്ങൾ എത്താനായിട്ട് ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറ്റൊക്കെ നോക്കിയിട്ട് സെറ്റായിട്ട് ഇരിക്കാം. അപ്പോൾ നമുക്കിതെല്ലാം വേണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യം എന്താണ്, പ്രിപ്പറേഷൻ. എക്സാം ക്രാക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് HUB കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ഈ വരുന്ന ഡിസംബർ മാസം 29-ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടിട്ട് ബാച്ചുമായി എൻക്വയറി എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒന്നുകൂടി എഴുതിയിടാം, 8714370888 എന്ന നമ്പറിൽ
കോൺടാക്ട് ചെയ്യാം. ഇനി ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ടല്ലേ, കുറേ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഇനി വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഇനേബിൾ ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം.